ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് DIY സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ നോക്കി വരച്ചുകൊണ്ടാണ് അതുകൊണ്ട് സ്റ്റിക്കർ ഉണ്ടാക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്ത പിക്ചേഴ്സൊക്കെ പറ്റും. അപ്പോൾ മെയിനായിട്ട് രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന വിനീൽ ഷീറ്റാണ്. ഇപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ ബാക്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടണ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവണം ആ ഒരു ഷീറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും പറ്റും. പിന്നത്തെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സെല്ലോ ടേപ്പാണ്. കുറച്ച് വീതിയുള്ള ടൈപ്പ് സെല്ലോ ടേപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ നമുക്ക് വരക്കാനുള്ള പിക്ചേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയാണ്ട് അങ്ങനെ വരക്കലാണ്. അല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ അടിച്ചാൽ ഒരുപാട് വരും. അപ്പോൾ അതും അങ്ങനെ ട്രേസ് ചെയ്യുക, വരയ്ക്കുക, എന്താ വേണ്ടി വെച്ചാൽ ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് വരക്കുകയാണ്. ഒരു ഡയറിയിലാണ് വരയ്ക്കണത്. ഇത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ചൊരു കട്ടുള്ള പേപ്പറിലാണ് വരയ്ക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ A4 ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുത്തു. അങ്ങനെ പിക്ചേഴ്സൊക്കെ വരച്ചതിന് ശേഷം എല്ലാത്തിനും ബ്ലാക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക, ബ്ലാക്ക് പെന്നുകൊണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി കിട്ടും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളർ കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ 2-3 കട്ട് ചെയ്തെടുത്തു. കളർ കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതവിടെ നിൽക്കട്ടെ. ഒക്കെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് വേണം വെട്ടി കൊടുക്കാൻ. അല്ലെ പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് കളർ കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫസ്റ്റ് എല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുക്കാൻ അവിടെ സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാതൊന്നും കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തുള്ളൂ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അത് കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഒരു വിനൈൽ ഷീറ്റിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ സെല്ലോ ടാപ്പ് ഒട്ടിക്കാൻ. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. അതുപോലെ ഇതിൻ്റെ അടിയിൽ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചാലും കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. അങ്ങനെ സെല്ലോ ടാപ്പും കൂടി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ബാക്കിലത്തെ ഒരു വിനൈൽ ഷീറ്റ് പറിച്ചിട്ടിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ആക്കി ഒട്ടിക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമുക്കിതിങ്ങനെ എടുത്തേക്കും ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ ആ ബാക്കിലത്തെ ഷീറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.